മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായ രജീഷ വിജയൻ തന്റെ കരിയറിലെ ഏറ്റവും വിപ്ലവകരവും അപ്രതീക്ഷിതവുമായ ഒരു മാറ്റത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന പുരസ്കാര ജേതാവായ ഒരു നടിയിൽ നിന്നും ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു രൂപമാറ്റമാണ് കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ സിനിമയിലെ കോമള താമര എന്ന ഗാനരംഗം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ സംവാദങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. അവതാരികയായി കരിയർ ആരംഭിച്ച അനുരാഗ കരിക്കിൻവെള്ളം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ താരമാണ് രജീഷ വിജയൻ. സാധാരണയായി ഗൗരവമേറിയ വേഷങ്ങളിലും നാടൻ പെൺകുട്ടി ഇമേജിലുമാണ് രജീഷയെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. എന്നാൽ കൃഷാന്ത് എന്ന പരീക്ഷണാത്മക സംവിധായകന്റെ സയൻസ് ഫിക്ഷൻ ചിത്രത്തിൽ രജീഷ എത്തുന്നത് തികച്ചും വ്യത്യസ്തമായ ഭാവത്തിലാണ്. ചിത്രത്തിലെ കോമള താമര എന്ന ഗാനരംഗത്തിൽ അതീവ ഗ്ലാമറസ് ആയാണ് രജീഷ പ്രത്യക്ഷപ്പെടുന്നത്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഐറ്റം ഡാൻസുകൾ സജീവമായിരുന്നുവെങ്കിലും സമീപകാലത്ത് മുഖ്യധാര നായികമാർ ഇത്തരം വേഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ രജീഷയുടെ ഈ വേഷപ്പകർച്ച ബോളിവുഡ് താരം വിദ്യാ ബാലന്റെ ദ ഡേർട്ടി പിക്ചർ എന്ന ചിത്രത്തിലെ പ്രകടനത്തെ അനുസ്മരിപ്പിക്കുന്നതാണെന്ന് പലരും വിലയിരുത്തുന്നു. രജീഷയെ പോലെ പ്രതിഭ തെളിയിച്ച ഒരു നടി ഇത്തരം ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഇത് രജീഷ തന്നെയാണോ എന്ന ചോദ്യമാണ് വീഡിയോയുടെ താഴെ ഭൂരിഭാഗം പേരും ചോദിക്കുന്നത്. രൂപമാറ്റത്തിനായി നടി നടത്തിയ കഠിനാധ്വാനം ദൃശ്യമാണെങ്കിലും പാട്ടിന്റെ സംഗീതവും ദൃശ്യാവിഷ്കാരവും തമ്മിലുള്ള പൊരുത്തക്കേടുകളെ കുറിച്ച് ചിലർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ ഗാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നടി എന്ന നിലയിൽ തന്റെ കരിയറിൽ വ്യത്യസ്തതകൾ പരീക്ഷിക്കാൻ കാണിച്ച ധൈര്യത്തെ ഇവർ അഭിനന്ദിക്കുന്നു. രജീഷയുടെ ലുക്ക് ഗംഭീരമാണെന്നും ഐറ്റം സോങ്ങുകളുടെ തിരിച്ചുവരവായി ഇതിനെ കാണാമെന്നും ഇവർ വാദിക്കുന്നു. പേര് പോലെ മസ്തിഷ്ക മരണം സംഭവിക്കും ഇത് കണ്ടിട്ട് എന്ന പരിഹാസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. രജീഷ എടുത്ത വലിയ ടാസ്കിന് അനുയോജ്യമായ നിലവാരമുള്ള പാട്ടല്ല ഇതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എന്തു തന്നെ ചെയ്താലും ഇത്തരം വേഷങ്ങൾ രജീഷയ്ക്ക് ഇണങ്ങുന്നില്ല എന്ന തരത്തിലുള്ള ബോഡി ഷേമിംഗ് കമന്റുകളും നിർഭാഗ്യവശാൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിമർശനങ്ങളെയും ട്രോളുകളെയും വളരെ പക്വതയോടെയാണ് രജീഷ നേരിടുന്നത്. താൻ ഇന്ന് വരെ ചെയ്യാത്തതും ശ്രമിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നും അതെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും താരം പറയുന്നു. അവാർഡിന് വേണ്ടിയല്ല താൻ അഭിനയിക്കുന്നതെന്നും കഥാപാത്രം ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ വരുത്താൻ താൻ ബാധ്യസ്ഥയാണെന്നും രജീഷ ആവർത്തിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മലയാള സിനിമയിലെ ഭൂരിഭാഗം താരങ്ങളും PR ഏജൻസികളുടെയും മാനേജർമാരുടെയും സഹായത്തോടെയാണ് തങ്ങളുടെ ഇമേജ് നിലനിർത്തുന്നത്. എന്നാൽ രജീഷയ്ക്ക് സ്വന്തമായി PR ഏജൻസിയോ മാനേജറോ ഇല്ല. താൻ തിരഞ്ഞെടുക്കുന്ന കഥകൾ ഒരു ചൂതാട്ടം പോലെയാണെന്നും അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ലെന്നും താരം വിശ്വസിക്കുന്നു. സെറ്റിലെ കൃത്യനിഷ്ഠതയുടെ കാര്യത്തിലും രജീഷ മാതൃകയാണ്. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായി ഇടം കണ്ടെത്തിയ സംവിധായകനാണ് കൃഷാന്ത്. അദ്ദേഹത്തിന്റെ സിനിമകളുടെ പേരുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. മസ്തിഷ്ക മരണം എന്ന പേര് തന്നെ വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാങ്ക് ആൻഡ് ബൈറ്റിംഗ് ഓഫ് സൈമൺസ് മെമ്മറീസ് എന്ന ഇംഗ്ലീഷ് ടൈറ്റിലൂടെ ഈ ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ഡാർക്ക് കോമഡി ആയിരിക്കുമെന്നാണ് സൂചനകൾ. കൃഷാന്തിന്റെ സിനിമകളിൽ സ്ത്രീകൾക്ക് കൃത്യമായ രാഷ്ട്രീയവും വ്യക്തിത്വവും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ രജീഷയുടെ ഈ ഐറ്റം ഡാൻസ് കേവലം ഒരു ഗ്ലാമർ പ്രദർശനത്തിന് വേണ്ടിയുള്ളതാകില്ലെന്നും സിനിമയുടെ പ്രമേയവുമായി അതിന് ആഴത്തിലുള്ള ബന്ധം ഉണ്ടാകുമെന്നും സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നു. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യുന്ന ഈ ചിത്രം രജീഷ വിജയന്റെ കരിയറിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായേക്കാം. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്ത താരം താൻ ഏത് വേഷത്തിലും അനുയോജ്യയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ്. മലയാള സിനിമയിൽ നായികമാർ ഗ്ലാമർ വേഷങ്ങൾ ചെയ്താൽ അവരെ മാറ്റി നിർത്തുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തന്റെ അഭിനയ ശേഷിയിൽ വിശ്വാസമുള്ള രജീഷ ഇത്തരം മുൻവിധികളെ വെല്ലുവിളിക്കുകയാണ്. രജീഷ വിജയന്റെ ഈ പുതിയ ചുവടുമാറ്റം മലയാള സിനിമയിലെ നായിക സങ്കല്പങ്ങളെ മാറ്റിയെഴുതുന്ന ഒന്നാണ്. വിമർശകർ ഉണ്ടാകാം, എങ്കിലും തന്റെ കലയോടും കഥാപാത്രത്തോടും കാണിക്കുന്ന ആത്മാർത്ഥതയാണ് രജീഷയെ വേറിട്ട് നിർത്തുന്നത്. മസ്തിഷ്ക മരണം തിയേറ്ററുകളിൽ എത്തുമ്പോൾ മാത്രമേ ഈ പരീക്ഷണം എത്രത്തോളം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കൂ. എന്നിരുന്നാലും ഒരു നടി എന്ന നിലയിൽ രജീഷയുടെ വളർച്ചയിൽ ഈ ചിത്രം ഒരു നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.